മേയറാവില്ലെന്ന വാർത്തകൾ തള്ളി ദീപ്തി മേരി വർഗീസ്. ഷൈനി മാത്യു, അഡ്വക്കേറ്റ് വി കെ മിനിമോൾ എന്നിവരെ മേയറാക്കാനായിരുന്നു AI ഗ്രൂപ്പുകളുടെ ധാരണ. ലത്തീൻ സമുദായത്തിൻ്റെ പിന്തുണയും ഇവർക്കായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചത്. കോർ കമ്മിറ്റി ചേർന്നതിന് ശേഷമേ തീരുമാനമുണ്ടാകൂ എന്നും ദീപ്തി. വിവരങ്ങളുമായി അർച്ചന ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അർച്ചന, ഈ ലത്തീൻ സഭയൊക്കെ പരസ്യമായി തന്നെ കോൺഗ്രസിനോട് ഇത്തരത്തിൽ ആജ്ഞാപിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് മേയറുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഇതൊക്കെ തള്ളുകയാണല്ലേ? എന്തൊക്കെയാണ് ദീപ്തി പറഞ്ഞത്? എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന അടിയൊഴുക്കുകൾ കോൺഗ്രസിനുള്ളിൽ? അത് പ്രധാനമായും പതിവ് ഗ്രൂപ്പ് തർക്കം പോലെ തന്നെ ഇത്തവണയും, അതായത് ഈ മേയർ സ്ഥാനത്തെ ചൊല്ലിയും കൊച്ചിയിൽ ആ ഗ്രൂപ്പ് തർക്കം തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, ഒരാഴ്ച പിന്നിടുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട്. എന്നിട്ട് ഇതുവരെ മേയറെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും പ്രധാനമായും ഈ മണിക്കൂറിൽ വന്ന വിവരം ദീപ്തി മേരി വർഗീസ് മേയർ ആവില്ല എന്നായിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ദീപ്തി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും ദീപ്തി പറയുന്നത് കോർ കമ്മിറ്റി ചേർന്നിട്ടില്ല. കോർ കമ്മിറ്റി ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും തൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം അടക്കം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ദീപ്തി ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് AI ഗ്രൂപ്പിൻ്റെ ധാരണ ഇത്തരത്തിൽ മിനിമോളും ഒപ്പം ഷൈനി മാത്യുവും മേയർ സ്ഥാനം പങ്കിടട്ടെ എന്നൊരു ധാരണയിലേക്ക് AI ഗ്രൂപ്പുകൾ എത്തിയെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. അതിന് പിന്നാലെയാണ് ദീപ്തി മേരി വർഗീസ് ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നീങ്ങുകയാണ്. പ്രധാനമായും ദീപ്തി അനുകൂലികൾ ദീപ്തിയെ മേയറാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മാത്രമല്ല DCC അംഗത്വത്തിൽ നിന്ന് വരെ രാജിവെക്കാനുള്ള ഒരുക്കങ്ങളാണ് പ്രധാനമായും ഈ നേതാക്കളെല്ലാം തന്നെ നടത്തുന്നത്. വലിയ ദീപ്തി അനുകൂലികൾ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉള്ളത്. എന്തായാലും ദീപ്തി ഇതുവരെ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. കാരണം കോർ കമ്മിറ്റി ചേരാതെ അന്തിമമായൊരു തീരുമാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ദീപ്തി പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ AI ഗ്രൂപ്പുകളാണ് ഇത്തരത്തിൽ ഈ മിനിമോളെയും ഒപ്പം ഷൈനി മാത്യുവിനെയും മേയർ സ്ഥാനം പങ്കിടാനുള്ള ഒരു കാര്യത്തിലേക്ക്, ധാരണയിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ഇവർ യോഗങ്ങളടക്കം ചേർന്നിരുന്നു. VD സതീശൻ്റെ അടക്കം പിന്തുണ മിനിമോൾക്കുണ്ട്. അതേസമയം തന്നെ KC വേണുഗോപാലിനടക്കം ദീപ്തി മേരി വർഗീസിനെയാണ് പിന്തുണയ്ക്കുന്നത്. ദീപ്തിക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അടക്കം വലിയ രീതിയിലുള്ള ഈ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു സീനിയോറിറ്റി ഉണ്ട്. അതേസമയം കൗൺസിലർ സ്ഥാനം വഹിച്ചിട്ടുള്ള സീനിയോറിറ്റിയാണ് ഇത്തരത്തിൽ മിനിമോൾക്കും ഒപ്പം ഷൈനി മാത്യുവിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ദീപ്തിക്ക് ഈ മേയർ സ്ഥാനം നൽകണമെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. ദീപ്തി അനുകൂലികൾ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ ഗ്രൂപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതേസമയം തന്നെ ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് അംഗങ്ങളുമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായും ലത്തീൻ സഭ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം കോൺഗ്രസിൽ ചെലുത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മേയർ സ്ഥാനത്ത് വരുന്നയാൾ ലത്തീൻ സഭയിലെ ആരെങ്കിലും ആയിരിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പാർട്ടിയെ അറിയിച്ചിരിക്കുന്നത്. അത്തരമൊരു സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ രണ്ടുപേരെയും, അതായത് മിനിമോളെയും ഒപ്പം ഷൈനി മാത്യുവിനെയും ഇത്തരത്തിൽ മേയറാക്കാനുള്ള ഒരു ധാരണയിലേക്ക് AI ഗ്രൂപ്പ് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്ന് ഇത്തരത്തിൽ കോർ കമ്മിറ്റി ചേർന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചൊരു വിവരവുമില്ല. കാരണം കോർ കമ്മിറ്റി ചേർന്നത് സംബന്ധിച്ചും അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും വലിയ തർക്കങ്ങളിലേക്ക്, ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ തോൽക്കുമ്പോൾ അത് പ്രശ്നം, ജയിക്കുമ്പോൾ അതിനേക്കാളേറെ പ്രശ്നം, സ്ഥാനമാനങ്ങൾക്കോ അതിലേറെ പ്രശ്നം എന്ന രീതിയാണ് കോൺഗ്രസ്. അത് പതിവാണ്, ഇപ്പോഴും അത് തുടരുന്നു. ദീപ്തിയുടെ കാര്യത്തിലടക്കം വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് അർച്ചന ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.